പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഒരൊട്ടം വളർത്തിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഒറ്റ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ഗേൾസൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഗേൾസിൻ്റെയൊക്കെ അടുത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. വീട്ടുകാരിൽ നിന്നല്ല, നാട്ടുകാർ എല്ലാവരും രസമുണ്ടവനെ കാണാൻ. ഇപ്പോൾ ഒരു കഥ കഴിക്കണം, ഇത് എങ്ങനെ നടന്നിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടില്ല, കണ്ടിട്ട് ഇപ്പോൾ എന്താ വേറെ എന്തൊക്കെ വയ്ക്കണേ. അല്ലെങ്കിൽ എന്താ അവസ്ഥ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ നോക്കണമെങ്കിൽ എനിക്കിപ്പോൾ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പെരിയിലായാലും ഒരിക്കലും നമ്മൾ മുറിച്ചിട്ട് റബ്ബർ കെട്ടാൻ നിൽക്കരുത്. പക്ഷേ 3-4 പേർക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക, റിപ്ലൈ തരാം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുള്ളതിന് ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതുതന്നെ, അഥവാ നമ്മൾ ക്യാൻസർ രോഗികൾക്ക് എങ്ങനെ മുടി കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ എത്ര വലുപ്പം വേണം എന്നതിനെക്കുറിച്ചൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ചുരുങ്ങിയൊരു കൊച്ചു വീഡിയോ എന്ന് പറയാനില്ല, കുറച്ച് ലെങ്ത് ഉണ്ടാവും. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ ആരായാലും ഇപ്പോൾ മുടി വളർത്തിയിട്ടുള്ളവരുണ്ടാവും, അതുപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഒരു ആഗ്രഹമായിരിക്കും ഇത്, അഥവാ മുടി കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് എവിടെ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊന്നും ആർക്കും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗി കൊടുക്കുന്നൊരു സംഭവം നിങ്ങളെ അറിയിച്ച വലിയ സംഭവം എന്നുള്ള രീതിയിലല്ല, ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് മുടി വളർത്തുന്നത്. അപ്പം നമുക്കത് ഫസ്റ്റ് വളർത്തിയ സമയത്ത് അത് അധികം അത്ര വലുപ്പം ആയിട്ടും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കുറച്ച് സാഹചര്യത്താൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു, കൂടുതൽ മനസ്സിലാക്കി. അപ്പോൾ ആ കാര്യങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കറൻ്റ് നമ്മൾ ബോയ്സിലായിട്ടെ ഗേൾസിലായിട്ടെ ഇപ്പോൾ എല്ലാ ടീംസും ഇപ്പോൾ അത്യാവശ്യം കുറേ ആളുകൾക്ക് എന്താണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അഥവാ മുടി നമ്മൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ അല്ല ശരിയായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അത് വേറൊരു കാര്യമാണ്. അതൊരു നെഗറ്റീവായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു പ്ലസ്സും കൂടി നോക്കണം. കാരണം നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഈ ഒരു മുടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്കിതിൽ നിന്ന് ഒന്നും കിട്ടാത്തതാണ്. അഥവാ നമ്മളത് നമ്മുടെ സ്റ്റൈലിനും വേണ്ടി ജസ്റ്റ് ഒന്ന് വളർത്തുന്നു, അഥവാ കുറച്ച് വലുപ്പമാവും വെട്ടുന്നു, ആ രീതിയിലായിരിക്കും. ചിലപ്പോൾ കുറേ ആൾക്കാർ വളർത്തുന്നു, ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെട്ടി ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിലേറെ ഏറ്റവും നല്ല, അഥവാ നമ്മളിപ്പോൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് എങ്ങനെ വെട്ടിച്ചാലും ആ ഒരു മുടി നേരെ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടിലോ ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയയിൽ കൊണ്ടുപോയി ഇടുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാൾക്ക് ഉപകാരമല്ല, ഉപദ്രവം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം, അഥവാ നമ്മൾ എന്തായാലും ഒരു ഉപകാരമില്ലാതെ ഒഴിവാക്കുന്ന ഒരു സംഭവം മറ്റുള്ളവർക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഉപകാരമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയൊരു കുറച്ച് സമയത്തേക്കിനൊരു സന്തോഷം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ഒരു ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചുള്ളത്. എല്ലാവരും ഇപ്പോൾ ആ ഒരു മൈൻഡിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം ഈ ഒരു മുടി കൊണ്ട് നമുക്ക് വലിയൊരു ഉപകാരമില്ല, ജസ്റ്റ് ഒരു ബ്യൂട്ടി എന്നുള്ള രീതിയിലല്ലാതെ നമുക്കതുകൊണ്ട് വലിയൊരു ഉപകാരമോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബ്യൂട്ടി ആണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ വലുതായി കഴിഞ്ഞാലൊക്കെ നമ്മൾ മുറിച്ച് ഒഴിവാക്കുന്ന ആ ഒരു മുടി കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കി കെയർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. അഥവാ നമുക്ക് വലിയൊരു ഉപകാരമില്ലാത്തൊരു സംഭവം വേറൊരാൾക്കൊരു കുറച്ച് നേരമെങ്കിലും ഒരു സന്തോഷം കിട്ടണമെങ്കിൽ വലിയ സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഏകദേശം ഇപ്പോൾ ബോയ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മുടി വളർത്തുന്നുണ്ട്. പക്ഷെ അവർക്കും ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഒരൊട്ടം വളർത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്കിത് എവിടെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലെങ്കിൽ എത്ര വലുപ്പമാണോ ആ സംഭവം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു സംഭവം, അഥവാ ഇതെല്ലാവരും ഇങ്ങനെ കേട്ടിക്കണേ അവിടെയും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ടാണ് മെയിൻ റീസൺ ഈ ഒരു വീഡിയോ ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് ഇത് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒറ്റ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ
അതുപോലെ തന്നെ ഇനിയും അങ്ങനെ ആവണ്ട, അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരെയും നിർബന്ധിച്ച് ചെയ്യുക അങ്ങനെയൊന്നുമല്ല, താല്പര്യമുള്ളവർ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ഗേൾസൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഗേൾസിൻ്റെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മുടിയുള്ളവർ, പിന്നെ അവർക്കൊന്നും വലിയ സീനില്ല, മുടി വളർത്തുന്നതിനൊന്നും സീനില്ല, കാരണം അവർ ചെറുപ്പം മുതലേ ചെയ്യുന്നതാണ്, നന്നായിട്ട് കെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ബോയ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴാണ് കുറച്ച് സീന് മീൻസ് എന്താ, വളർത്തുന്ന സമയത്ത് വീട്ടുകാരുടെ അടുത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. വീട്ടുകാരിൽ നിന്നല്ല, നാട്ടുകാർ എല്ലാവരും. ഇതിലിപ്പോൾ വലിയ പ്രശ്നമില്ലാത്തത് എന്താ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമായിരിക്കും. ബാക്കി എല്ലായിടത്തും അത്യാവശ്യം നെഗറ്റീവ് തന്നെ ആയിരിക്കും. എന്തിനാ വളർത്തണേ, എടാ എന്നെ കണ്ടിട്ട് ഇപ്പോൾ എന്താ വേറെ എന്തൊക്കെ വയ്ക്കണേ, അല്ലെങ്കിൽ എന്താ ഈ നല്ല രീതിയിൽ മുടി വളർത്തി എന്ത് രസമുണ്ടാവാനെ കാണാൻ, ഇപ്പോൾ ഒരു കഥ വയ്ക്കണം, അങ്ങനെ പലതും പറയും. അതുപോലെ പള്ളിക്കൊക്കെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നാട്ടിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ. ഇങ്ങനെ നടന്നിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ആയിരിക്കും. പക്ഷേ അങ്ങനെ വല്ലാണ്ട് വെറുപ്പിക്കുന്നവർ, ഇപ്പോൾ മുടി വളർത്തുന്നവർ വല്ലാണ്ട് വെറുപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത്, അല്ല നമ്മളെല്ലാവരോടും വളർത്തുന്ന സമയത്ത് തന്നെ ക്യാൻസറുകൾ കൊടുക്കാനാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വല്ലാണ്ട് ഒരു കഥ കാട്ടില്ല, ആ സമയത്തൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ കുറച്ച് എന്നാലൊന്നും ഒരു ഉണ്ടായിരിക്കില്ല, ഒരാടെ അങ്ങനെ പറയേണ്ടതിന്. പിന്നെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ നമ്മൾ തലട്ട് പോയാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഒരു പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നോക്കണേ, എനിക്കിപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പെരയിലായാലും രാവിലെ തന്നെ നീച്ച് കഴിഞ്ഞാൽ തന്നെ ഉമ്മ ചോദിക്കുക എന്നാ മുടി വെട്ടുക, ഇതെന്നെ ഫസ്റ്റ് ചോദിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരുടെ അവസ്ഥ തന്നെ ആയിരിക്കും. ഇപ്പോൾ നാട്ടിലായാലും എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്തിക്കണേ, വെട്ടിക്കൂടെ, പലരും പല രീതിയിലായിരിക്കും ചോദിക്കുക, സംസാരിക്കുക. ഇപ്പോൾ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ആ ഒരു മൈൻഡിൽ നോക്കുക. ആ സമയത്ത് ഇപ്പോൾ തമാശയിലാണെങ്കിൽ നമ്മളും അതേമാതിരി ആയിക്കോട്ടെ ശരി എന്നാൽ ആ ഒരു രീതിയിൽ ആണ്ട് ഒഴിവാക്കി. ഗേൾസിൻ്റെ ആണെങ്കിൽ തന്നെ, ഗേൾസിൻ്റെ ആയാലും മുടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഗേൾസിൻ്റെ മെയിനാണ് മുടി. അപ്പോൾ മുടി വെട്ടിയിട്ട് മറ്റൊരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ബോയ്സിൻ്റെ അല്ല, ബോയ്സിൻ്റെ പറഞ്ഞാൽ വളർത്തുന്നതാണ് പ്രശ്നം. മുടി മുറിച്ച് കൊടുക്കണേ ബോയ്സിന് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവും നന്നായിട്ട് വളർത്തി നല്ല രീതിയിൽ വളർത്തി കുറേ കാലമൊക്കെ വെച്ച് 3-4 വർഷമൊക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വെട്ടിക്കളയുമ്പോൾ ഒരു വിഷമമാണ്. ഇപ്പോൾ എനിക്കായാലും ഇപ്പോൾ കുറച്ച് ഇത്രയും കാലം നോക്കി വെട്ടി വെക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ആ വിഷമം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഗേൾസിന് അതിലേറെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതൽ, കാരണം അവർ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു ചെറിയൊരു സൈസ് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. അത് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സൈസേ ഉള്ളൂ. അഥവാ ഏകദേശം ഒരു 12 ഇഞ്ച് സെൻറ്റിമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു മുടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ക്യാൻസർ രോഗികൾക്കായാലും അവർക്ക് ഈ ഒരു തെറാപ്പിൻ്റെ ഒരു സമയമുണ്ട്. അഥവാ ക്യാൻസർ രോഗികൾക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ സമയത്ത് അവരുടെ മുടി കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. ആ സമയത്തോട്ടാണ് നമ്മൾ ഈ ഒരു മുടി അവർക്ക് ഉപകാരമാവുന്നത്. കാരണം ഈ ഒറിജിനൽ മുടി, ഇതുപോലത്തെ ഒറിജിനൽ മുടിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ച റേറ്റൊന്നുമല്ല, നല്ല റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ പാവപ്പെട്ട ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയാലും ഹൈ ആയിക്കോട്ടെ ആർക്കായാലും അത് വലിയൊരു ഇതല്ല. ആ ഒരു ക്യാഷ് കൊടുക്കുന്നത്. കാരണം ഒന്നാമത് അവർ ഈ ക്യാൻസറിൻ്റെ ഓരോ മരുന്നിനായാലും എല്ലാത്തിനായാലും നല്ല റേറ്റാണ്. ആ സമയത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി വേറെ ക്യാഷ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളെ പോലത്തെ ആരെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് ഇതുപോലെ റെഡിയാക്കി ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംഭവം തന്നെ ആയിരിക്കും, വലിയൊരു സംഭവമായിരിക്കും. അവരുടെ ചെറിയ എന്തെങ്കിലും ഒരു പ്രാർത്ഥന മതിയാവും നമ്മളെ കേസിലാവാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കേസിലാവില്ല വേറെ കാര്യം. അപ്പോൾ ആ കാര്യങ്ങൾ അതിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ മടി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ഇപ്പോൾ ഇവിടെയൊക്കെ കരിഞ്ഞു പോയാൽ മുടിയോ പെട്ടെന്നായി സംഭവിക്കുന്ന സമയത്ത് നമുക്കായാലും ഒരു വിഷമം ഉണ്ടാവല്ലോ. ഇപ്പോൾ ജസ്റ്റ് പറയണമെങ്കിൽ മുട്ട അടിക്കുന്ന സമയത്ത് ഉദാഹരണം പറയാം കേട്ടോ, മുട്ട അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മടിയായിരിക്കും, നമ്മൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നടക്കുക. അത് ശരിയാണ്. ഇപ്പോൾ അത് പലവർക്കും പല രീതിയിലാട്ടോ. ഇപ്പോൾ എല്ലാ ക്യാൻസറുകളും ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഒരു പോസ്റ്റർ എന്തോ കണ്ടിരുന്നു, നിങ്ങളുടെ മുടികളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ക്യാൻസറുകൾ ഓരോരു പ്രതിഷേധം പോലെ വരുന്നുണ്ടായി. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ സ്വഭാവങ്ങളാണ്. അഥവാ ചിലവർക്ക് മറ്റുള്ളവരിലേക്ക് ഈ ഒരു മുടി ഇല്ലാതെ നടക്കുന്നതിൽ താല്പര്യം അല്ലെങ്കിൽ ഉണ്ടാവില്ല. പക്ഷെ ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല, അവർ ആ രീതിയിൽ നടക്കുക. അപ്പോൾ പല മെയിനുള്ളവരായിരിക്കും. അപ്പോൾ മുടി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, മുടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വടായിട്ട് ഇങ്ങനെ പറയുന്നതിന് നല്ലത് മുടി വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എവിടെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. അഥവാ ഫസ്റ്റ് സാധാരണ എല്ലായിടത്തും ഒരുപോലെ വളർത്തുക. ഇപ്പോൾ ഇൻ്റേത് പറഞ്ഞാൽ ഏകദേശം എല്ലായിടത്തും ഒരേ വലുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ കെട്ടിയിട്ടൊക്കെയാണ്, ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, ഒന്നായിട്ട് വിടർത്തി കാണിക്കാം.
സംഭവം കുറച്ച് പ്രയാസമൊക്കെ തന്നെയാണ്. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയാസം തന്നെ. കാരണം നമ്മൾ ഇത് സാധാരണ വളർത്തുന്നതോ അല്ലെങ്കിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് പ്രയാസമുള്ളതാണ്. പിന്നെ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ പോകും. അങ്ങനെ ഇതിലിപ്പോൾ ഏറ്റവും റീസൺ ഇപ്പോൾ ബോയ്സിൻ്റെ അതിൽ വളർത്തുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുടി വളർത്തുമ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രശ്നമായിരിക്കണം, ചൊറിച്ചിൽ. മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിലുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഒന്നും വലിയ പ്രശ്നമല്ല, ആ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കോളും. അപ്പോൾ മുടി കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ സാധാ നോർമൽ എണ്ണ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ ഈ ഇപ്പോൾ മറ്റേ കളർ ചെയ്യുക അതൊന്നും ഈ ഒരു അഥവാ കളർ ചെയ്ത മുടികളൊന്നും ഒരിക്കലും ഈ ഒരു സംഭവത്തിന് പറ്റില്ല. ഡ്രൈ ചെയ്താൽ അതൊന്നും, അതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത മുടി അതൊന്നും ഇതിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഓരോ ഇപ്പോൾ ഏകദേശം ഇൻ്റെത് ഒരു 1.5-2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തോളം നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ചെയ്തില്ല. അതുപോലെ എല്ലായിടത്തും ഏകദേശം ഒരേ മുടിയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ മുടി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊരു പ്രയോജനമുള്ളൂ. അതുപോലെ തന്നെ മിനിമം ഒരു 10 ഇഞ്ച് 12 ഇഞ്ച് ഏകദേശം ഒരു 28-30 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം വേണം, എന്നാലേ ആ മുടി കൊണ്ട് അവർക്കൊരു ഉപകാരമുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ അത്ര സൈസ് ആക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതിലേറെ കുറച്ചും കൂടി കൂട്ടിയിട്ട് മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എങ്ങനെ മുറിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ആരുതായാലും ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും മുടി 30 സെൻറ്റിമീറ്ററാണ്, അഥവാ 12 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച്. അഥവാ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ഏകദേശം ഇപ്പോൾ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അഥവാ 3-4 ടീംസിനെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ ഏകദേശം 2-3 ടീമിൻ്റെ ഏകദേശം എല്ലാ ടീമും 30 സെൻറ്റിമീറ്റർ 12 ഇഞ്ചാണ്. പിന്നെ ഞാൻ ഒരു ടീമിനെ സംസാരിച്ചപ്പോൾ 10 ഇഞ്ചാണ്, 10 ഇഞ്ച് മതി അവർക്ക് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ടീമുണ്ട്. അപ്പോൾ 10 ഇഞ്ച് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും വെട്ടണം എന്നുള്ളൊരു അവസ്ഥ ഉള്ളവർക്കാണെങ്കിൽ 10 ഇഞ്ച് എന്നുള്ള ആ ഒരു ടീമിൻ്റെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഉപകാരമല്ല, 30 സെൻറ്റിമീറ്റർ ആയാലും മറ്റടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലാകുമ്പോൾ 10 ഇഞ്ച് ഇപ്പോൾ നിലവിൽ 10 ഇഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും വെട്ടണം നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും അത് ആ ഒരു 10 ഇഞ്ചുള്ള ടീമിനെ മുറിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാവരും മിനിമം 12 ഇഞ്ചാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം 12 ഇഞ്ച് ആക്കിയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിലേറെ ആക്കിയിട്ട് അതിനനുസരിച്ച് മുറിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും ചിലരുടെയൊക്കെ സംശയമായിരിക്കും ഇതിലിപ്പോൾ താരന് അതുപോലത്തെ ഈ പാന് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു സംഭവമാണ്. അഥവാ നമ്മൾ കളർ ചെയ്യാൻ പാടില്ല, മുടി കളർ ചെയ്യാൻ പാടില്ല, ചോപ്പിക്കുക അല്ലെങ്കിൽ കറുപ്പിക്കുക വെളുപ്പിക്കുക ആ ഒരു സംഭവം പാടില്ല. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതാണിപ്പോൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 പേർക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും സംസാരിക്കുക ഡീറ്റെയിൽ ആയിട്ട് കാര്യം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നല്ലത് തോന്നുന്നത് അവിടെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എവിടെയാണോ കൊടുക്കാൻ തോന്നുന്നത് ആ സ്ഥലത്ത് കൊടുക്കുക. ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹെയർ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ടീം വർക്ക് ചെയ്യുന്നത്. അതുപോലെ വേറെയും 2-3 ഉണ്ട് പറയുന്നത്. ഇപ്പോൾ ഹെയർ ബാങ്കിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് അവരുടെ മെയിൻ സ്ഥാപനം തൃശ്ശൂർ വരുന്നത്, അതുപോലെ കോഴിക്കോടും വരുന്നുണ്ട്, അതുപോലെ മലപ്പുറത്ത് വരുന്നൊരു ടീമുണ്ട്. മലപ്പുറത്ത് എല്ലാവരുടെ മെയിൻ സ്ഥാപനം, പക്ഷേ മലപ്പുറത്തും കൂടിയുള്ള ഒരു ടീം വരുന്നുണ്ട്. അതുപോലെ എറണാകുളം മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥാപനം ഉള്ളിലാണ്. എല്ലാം പ്രൈവറ്റാണ്, അഥവാ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും. പിന്നെ ഇതിൽ നമ്മൾ മുടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും കിട്ടും. പക്ഷേ ഒരിക്കലും അത് ഗവൺമെൻറ് അംഗീകാരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, സാധാ നോർമൽ സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. സംഭവം കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എവിടെയും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഇവിടെ കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ പറയുന്നില്ല. നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നല്ലത് തോന്നുന്നത് അവിടെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വിചാരിച്ചത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും സ്ഥലങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കൊടുക്കാൻ തോന്നുന്നത് അവിടെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എവിടെയാണോ ഇനിയിപ്പോൾ എടുത്താണെങ്കിൽ നമ്മൾ അവിടെ പോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ബാർബർ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ എവിടെ പോയിട്ട് എല്ലാം മുറിച്ചിട്ട് കറക്റ്റ് മുറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് റബ്ബർ യൂസ് ചെയ്തിട്ട് കെട്ടിയിട്ട് അതിൻ്റെ അഥവാ നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ചെടുക്കണുള്ളൂ കേട്ടോ, ജസ്റ്റ് കാണാൻ വേണ്ടിയാണ്. അഥവാ ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് റബ്ബർ കെട്ടുക. ഓക്കെ, റബ്ബർ ഇവിടെ കെട്ടുക. എവിടെയാണോ മുറിക്കുക, ഇപ്പോൾ ഇവിടെയാണ് ഇവിടെ തൊട്ട് ഇത്രയാണ് ഇപ്പോൾ 12 ഇഞ്ച് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷമാണ് റബ്ബർ ചുറ്റേണ്ടത്. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ മുറിക്കേണ്ടത്. ഓക്കെ, റബ്ബർ ഇവിടെ 12 ഇഞ്ച് ഇവിടെ
ഇവിടെയാണ് നമ്മൾ മുറിക്കേണ്ടത്. ഓക്കെ, ആ രീതിയിൽ മുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് അളവാണ് മെയിൻ. അളവ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ ആ മുടി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല, അവർ ജസ്റ്റ് ഒഴിവാക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ അല്ലാതെ മാക്സിമം കൂട്ടിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് തന്നെ നമ്മൾ അളവിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ മുടി കുറവാണ്, ഇപ്പോൾ കറക്റ്റ് 12 ഇഞ്ചൊക്കെയാണ് എന്നുള്ളവർ മാക്സിമം ശ്രദ്ധിച്ചിട്ട് തന്നെ അളവിൻ്റെ കാര്യം മെയിനായിട്ട് നോക്കുക. കുറച്ച് മുടി തോനുള്ളവർക്കാണ് വലിയ സീനില്ല. മുടി കുറവാണ്, ഇപ്പോൾ കറക്റ്റ് 11 അല്ലെങ്കിൽ 12 ഇഞ്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ കൊടുക്കാൻ തോന്നുന്നത് അവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഹെയർ ബാങ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ അവിടെ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സേഫായിട്ടുള്ള അടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ യഥാർത്ഥ ആളുകൾക്ക് എത്തുന്നുണ്ട് എന്ന് ഈ ഒരു ഫീൽഡിൽ നമ്മളിപ്പോൾ മുടി കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നതാണ്. കാരണം ഇതിൽ എല്ലാം ഉടായ്പകൾ കുറേ ഉണ്ടാവാം. ഓക്കെ, കാരണം ഇതുവഴി ക്യാഷ് ഉണ്ടാക്കിയിട്ട് കാരണം ഈ നമ്മുടെ ഒറിജിനൽ മുടിക്ക് ഇങ്ങനത്തെ മുടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ്. ഇതിൻ്റെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചങ്ങാട്ടിയൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഒഴിവാക്കുന്ന ഈ മുടിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നെഗറ്റീവ് മാത്രം നോക്കി നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അതോ നമുക്കിപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു മുടി നമുക്കിതുകൊണ്ട് വലിയൊരു ഉപകാരമില്ല. കാരണം നമ്മൾ നേരെ പോയി കടയിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളൊരു കത്തിച്ച് ഒഴിവാക്കുക ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു രീതിയിൽ കണക്കാക്കുക. കാരണം അതുവഴി ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇനിയിപ്പോൾ ഓൻ്റെ പെരയ്ക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് എത്തും എന്നുള്ള രീതിയിൽ. കാരണം അവരുടെ ഇപ്പം ഞാൻ ഈ 3-4 പറഞ്ഞല്ലോ, അതിലിപ്പോൾ ഏകദേശം എല്ലാവരും ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഏകദേശം 1000 പേരിലേക്കൊക്കെ മുടി കൊടുത്തിട്ടുണ്ട്, ക്യാൻസർ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് നല്ലൊരു ഇത് നോക്കിയിട്ട് അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കൊടുക്കുന്നത് 10 ഇഞ്ച് മതി എന്നുള്ള രീതിയിലുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. കാരണം എൻ്റേത് 12 ഇഞ്ച് ആയിട്ടില്ല, 11 ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും 10 ഇഞ്ചുള്ള ആ ടീമിനാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ 30 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കിയിട്ട് എന്തായാലും ഞാൻ അവിടെയൊക്കെ ഡീറ്റെയിൽസ് ഇത് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എവിടെ ആയാലും കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് എവിടെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാക്കും. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ, മെസ്സേജ് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്, യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയിലൂടെ മെസ്സേജ് അയച്ചാലും നമ്മൾ മാക്സിമം റിപ്ലൈ തരും. പിന്നെ കുറച്ച് വൈകും, അറിയാമല്ലോ നമ്മുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ റിപ്ലൈ തരാൻ വൈകുമായിരിക്കും. മാക്സിമം നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഫ്രീ കിട്ടുന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ വേറെയും കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് എന്തായാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇൻസ്റ്റയിലൂടെയൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ കുറേ പേര് എന്തായാലും ഉണ്ടാവും മുടി വളർത്തുന്നവർ. അതുപോലെ സ്ത്രീകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളാണ്. അഥവാ ജസ്റ്റ് 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് കൂടുതലും ലേഡീസാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ബോയ്സും നല്ല ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് വെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് പെട്ടെന്ന് മുടി വളരും, സിമ്പിളാണ്. അപ്പോൾ നല്ല മുടിയുള്ളവർക്കൊക്കെ ജസ്റ്റ് ഒരു കുറച്ച് ചെറിയൊരു കണ്ടം കൊടുക്കുക പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇപ്പം മറ്റുള്ളവരൊരു സന്തോഷം, കുറച്ച് നേരം ഹാപ്പി. ഞാൻ ജസ്റ്റ് മുടി വെച്ചവരുടെയൊക്കെ ജസ്റ്റ് ഒരു ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാം. നമുക്കൊരു പ്രയോജനമില്ലാത്ത സംഭവം കൊണ്ടൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നല്ലൊരാളിലേക്ക് അഥവാ യഥാർത്ഥ ആളിലേക്ക് എത്തുന്നുള്ള രീതിയിലുള്ളവരിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഞാൻ മുടി കറക്റ്റ് കാണിച്ചില്ല, അവിടെ കെട്ടിയിട്ടൊക്കെ കേട്ടോ. കറക്റ്റാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വലുപ്പം വരുന്നുണ്ട്. ഏകദേശം മുടി കാണത്തില്ല, അധികമായിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 1.5 വർഷമായിട്ടേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ കറക്റ്റ് ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ മുടിൻ്റെ. ഏകദേശം കുഴപ്പമില്ല. ഇതിലേറെ വളർത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വളർത്തിയിട്ട് വെറുതെ വെട്ടി ഒഴിവാക്കുന്നതിലെ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്താണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ കൊടുക്കുക. ഇപ്പോൾ കുറേ ആളുകളുണ്ടാവും, ഫ്രണ്ട്സിലോ അറിയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഷെയർ കൊടുക്കുക. അതുപോലെ കുറേ ആഗ്രഹിക്കുന്നവരുണ്ടാവും, മുടി വളർത്തണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്യാൻസറുകൾ കൊടുക്കണം ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഷെയർ കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ
എന്താ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ വാട്സപ്പിൽ ഇപ്പോൾ കുറേ ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ യഥാർത്ഥ ആളിലേക്ക് എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതാണ്. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാക്സിമം മിനിമം ഒരാളെങ്കിലും ചെയ്താൽ നമുക്ക് വലിയ സംഭവമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിതുപോലത്തെ കുഴപ്പമില്ലാത്ത വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ ചെയ്തതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്തായാലും ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സിൽ എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റായിട്ടോ എങ്ങനെയായിട്ട് മെസ്സേജ് അയയ്ക്കുക, അതിന് മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എങ്ങനെയൊക്കെ വെട്ടുന്ന കൊടുക്കുന്നതിൻ്റെ വീഡിയോസ് എവിടെയാണ് എങ്ങനെയൊക്കെ ചിറ്റണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മുടി വെട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബർ ഏകദേശം കെട്ടിയിട്ട് വേണം മുറിക്കാൻ. ഒരിക്കലും നമ്മൾ മുറിച്ചിട്ട് റബ്ബർ കെട്ടാൻ നിൽക്കരുത്. അതുപോലെ അളവ് കഴിഞ്ഞതിന് ശേഷം റബ്ബർ കെട്ടുക, അതിന് ശേഷം മുറിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ വെട്ടുന്നതിൻ്റെ ഇപ്പോൾ ഈ നാളെ നിങ്ങൾ വെട്ടാൻ ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് കൊടുക്കാം. അതാകുമ്പോൾ വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അത് പറ്റില്ല, അതുകൊണ്ടാണ് കൊറിയർ സപ്പോർട്ടിങ് വരുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് സാധാ പോസ്റ്റ് വഴി നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ജസ്റ്റ് ചെറിയ 50 60 ചെറിയ നമ്മുടെ ചെറിയ ഗ്രാമൊക്കെ വരുള്ളൂ തൂക്കം. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ റേറ്റൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലും ചെയ്യാൻ പറ്റും. പോയി കൊടുക്കാൻ പറ്റുന്നവർ പോയിട്ട് തന്നെ കൊടുക്കുക. അതല്ലാത്തവർ ജസ്റ്റ് ഇതുപോലെ കൊറിയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മുടി കൊടുക്കുമ്പോൾ ഇപ്പോൾ നാളെ മുടി വെട്ടാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ നാളെ നമ്മൾ മുടി കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ സാധാ നോർമൽ ഷാമ്പു 1 രൂപയുടെ ഷാമ്പു ഒക്കെ ഉണ്ടല്ലോ, ആ 1 രൂപയുടെ ഒരു 3-4 വാങ്ങിയിട്ട് ജസ്റ്റ് ഇതുവരെ കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് മുടിമ തീരെ എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. കാരണം എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ മുടി എടുക്കില്ല, അത് ഒഴിവാക്കി കളയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകുക, ഷാമ്പു വെച്ചിട്ടോ. മാക്സിമം അവർ പറയുന്നത് ഷാമ്പു വെച്ചിട്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് നല്ല, ഇതിപ്പോൾ കുറച്ച് നനവൊക്കെ ഉണ്ട്, ഇതിപ്പോൾ കുറച്ചൊക്കെ നനവുണ്ട്. അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ രീതിയിലുള്ള മുടിയായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ട്. എന്നിട്ട് കറക്റ്റ് വാർന്ന് നന്നായിട്ട് വാരുക, കെട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് വാർന്ന്. ഇപ്പോൾ ചുരുണ്ടമുടിയൊക്കെ ആണെങ്കിൽ അവരിത് നന്നായിട്ട് വാർന്നിട്ട് 2 സ്ഥലത്ത് കെട്ടാൻ ശ്രമിക്കുക. ഇപ്പോൾ ചുരുണ്ടമുടിയൊക്കെ ആണെങ്കിൽ ഇവിടെയും റബ്ബർ ചുറ്റുക, താഴത്ത് ഭാഗത്ത് ഏകദേശം ഇവിടെയും റബ്ബർ ചുറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ വെച്ചിട്ട് കെട്ടി കൊടുക്കാൻ ശ്രമിക്കുക. കവറിലാക്കിയിട്ട് കൊടുക്കണം, അഥവാ റബ്ബർ ഇട്ട് കെട്ടുക, എന്നിട്ട് മുറിക്കുക, എന്നിട്ട് കവറിലാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം മാക്സിമം നമ്മൾ എത്ര കെയർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കെയർ ചെയ്തിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും 2-1.5 വർഷത്തോളം മുടി വളർത്തി അത് മുറിക്കുന്ന ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മുറിച്ചിട്ട് അത് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് വേണ്ടി മുറിച്ചിട്ട് കൊടുത്തിട്ട് അത് പിന്നെ അത് ആർക്കും ഉപകാരമാവാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ മാക്സിമം അതിനൊരു നന്നായിട്ട് കെയർ ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സുകൾ ഈ ഒരു പ്രായത്തിലുള്ളവരൊക്കെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് മാക്സിമം ശ്രമിക്കുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും സിമ്പിൾ ഗേൾസിനാണ്. കാരണം അവർക്ക് വലിയ പ്രയാസമോ കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഗേൾസുകൾ ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇപ്പോൾ ഏകദേശം മുടി കഴുകി വൃത്തിയാക്കി എന്തായാലും നമ്മൾ വെട്ടാൻ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ വെട്ടുന്ന ബാക്കി ഡീറ്റെയിൽസ്. പിന്നെ ഗൈസ് വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്, നല്ലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലെങ്ത് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ മാക്സിമം നോക്കിയിട്ടുണ്ട് കുറക്കാൻ ലെങ്ത്ത്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. എത്രയോ വെട്ടി കുറച്ചിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിത് വെട്ടി കുറക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള, അഥവാ നമ്മളിപ്പോൾ ഇതിൽ മുടി വെട്ടുന്ന വീഡിയോസും അതുപോലെ മറ്റ് ഡീറ്റെയിൽസൊന്നും കൊടുക്കുന്ന ഡീറ്റെയിൽസൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ അത് തന്നെ ആയിരിക്കും. ഓക്കെ.